തയ്യാറായിക്കോ. ഞാൻ പറയട്ടെ, എല്ലാം കലങ്ങട്ടെ, കലങ്ങി തെളിയട്ടെ. ഞാൻ ഷിരൂരിൽ നാട്ടിലേക്ക് തിരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് മനാഫ് അവിടെ നിൽക്കുന്നു. ഞാൻ പോയി ഷേക്കാൻ്റെ കൊടുത്തപ്പോൾ കൈ പൊള്ളുന്ന പനിയാ, വലിയ ചുമയാ. പെരുമഴയത്ത് പോത്ത് നനയും പോലെ ഈ മനുഷ്യൻ നിന്ന് നനയുക. ഞാൻ ആലോചിച്ചു, ഇയാൾക്ക് വട്ടാണോ സീരിയസ്? ഞാൻ ആലോചിച്ചു. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. ഒരു കൊട പോലുമില്ല നനയുക. ഒരു ഭ്രാന്തനെ പോലെ ഈ ദിവസങ്ങൾ മൊത്തം അലഞ്ഞ മനുഷ്യനാണ്. അവന്റെ മനസ്സെനിക്ക് നല്ലോണം അറിയാം. ഇവിടെ വീട്ടുമുറ്റത്ത് 2 ഓടിയും ഒരു ബെൻസും, അല്ലെങ്കിൽ മലേഷ്യയിൽ ഹോട്ടൽ ബിസിനസ്സും. പിന്നെ ഭയങ്കരമായ ആള്. വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. അതെ, ഇതൊക്കെ ഒരു വരം പോലെ കിട്ടുന്നതാ. അല്ലെങ്കിൽ പരമ്പരാഗതമായ അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും നിൽക്കുന്നവരല്ല. അല്ല, അതിപ്പോ വലിയ കാര്യമായി എടുത്തിട്ടൊന്നുമില്ല. അതൊന്നും ചിന്തയിലില്ലാതെ ഏതോ ലോകത്തുന്ന മട്ടിൽ ഇങ്ങനെ നടക്കുന്ന മനാഫിന് എത്ര ദിവസം കണ്ടു? അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. വെരി നൈസ് ഫെലോ. ഓരോ മനുഷ്യന്മാരും ഓരോ നേച്ചറല്ലേ, ഓരോ മനുഷ്യന്മാരും വികാരം പ്രകടിപ്പിക്കുന്ന ഓരോരോ രീതിയിലല്ലേ. എന്റെ ചോദ്യം, അത് കലാപാഹ്വാനമാക്കാമോ? അത് മതസ്പർദ്ധയാക്കാമോ? അങ്ങനെ ചെയ്താൽ അത് അയാളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. എങ്ങോട്ടാണെന്ന് ഈ കൊണ്ടുപോകുന്നത്? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ചെറുപ്പക്കാരല്ലേ, ഒരു തമാശ ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ഇനി നമ്മൾ പഠിച്ചുപോയി. നമ്മുടെ സമൂഹത്തിൽ പരസ്പരം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും ഈ രണ്ടുപേരെ കൂട്ടിയടിച്ച് അതിന്റെ ഇടയിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. കലങ്ങ വെള്ളത്തിൽ ചെറിയൊരു മീൻപിടുത്തം. നിങ്ങൾ ആരും ചീത്ത വിളിക്കുക, ഇവരെ ഇത് പറയാ ചെയ്യണ്ട, കാരണം ഇവരുടെ ഒരു രീതികളാണത്. ഒരുപാടുണ്ട്. ഇല്ലാത്ത കള്ളക്കഥകൾ കുത്തിത്തിരികി സാമുദായികമായ ആംഗിൾ കൊണ്ടുവന്ന് വേറെ പല പ്രശ്നങ്ങളും കൊണ്ടുവന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ. എന്റെ മോലാളി, എന്തു വന്നാലും സഹിച്ചല്ലേ പറ്റൂ. തലയിലെടുത്ത് അമർത്തി ചൊരച്ചാ പോവൂ. നമ്മൾ തമ്മിലാ അടി, പക്ഷേ നമ്മളത് അറിയുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി, പ്രിയങ്കരനായ അർജുന്റെ ഡെഡ് ബോഡി കിട്ടിയപ്പോൾ ഞങ്ങൾ അത് കണ്ടോണ്ടിരുന്നു. എന്റെ ഭാര്യ ഒരു വാക്ക് പറഞ്ഞു, ഈ മനുഷ്യനല്ലേ വേറെ ആരാണെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ ഇട്ടേച്ച് പോകുന്നു പറഞ്ഞു. ഞാൻ അപ്പോഴെ 24 വിളിച്ചിട്ട് നമ്പർ കളക്ട് ചെയ്ത് ഈ മനാഫുമായിട്ട് 20 മിനിറ്റ് സംസാരിച്ചു. ആ മനുഷ്യൻ തനിക്ക് അതുണ്ട്, അത്ര ലോറിയുണ്ട്, തനിക്ക് തടിമില്ലുണ്ട്, തനിക്ക് മലേഷ്യ റെസ്റ്റോറന്റ് ഒന്നും പറഞ്ഞില്ല. കണ്ടു പഠിക്കടാ, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഈ വിനയം ഉണ്ടായിരുന്നെങ്കിലേ. അദ്ദേഹം ഈ അർജുനെ കിട്ടുന്നതിനെ കുറിച്ചും, സാറേ എനിക്ക് അതിന്റെ സന്തോഷം, ഇത്തരം കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം എന്നോട് പങ്കുവച്ചിട്ടുള്ളൂ. ഞാൻ നല്ല അന്തസ്സുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് 10 പൈസ പോലും ആ മനുഷ്യന് ആവശ്യമില്ല. ഈ പറഞ്ഞത് ന്യായം. ഇതൊക്കെ ഒരു സമയദോഷം, അത്രേ ഉള്ളൂ. ഒരു വേൾഡ് വാർ കഴിഞ്ഞ പോലുണ്ട്. എന്തായാലും പ്രശ്നം തീർന്നല്ലോ.